നിങ്ങളെ ഇന്നലത്തെ വീഡിയോ അടിപൊളിയായല്ലോ, നല്ല പ്രസൻറ്റേഷൻ, അതുപോലെ തന്നെ നല്ല എഡിറ്റിങ്ങും ആയിരുന്നു. നല്ല എഡിറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല മോഷൻ ഗ്രാഫിക്സ് ഒക്കെ വന്നിട്ട് സൂപ്പർ ആയിരുന്നു. ഇങ്ങനെയായിരുന്നു ഇന്നലെ എനിക്ക് വന്നിട്ടുണ്ടായിരുന്ന മെസ്സേജ്. അപ്പോൾ ഞാൻ ഉദ്ദേശിച്ചു, ഒരുപാട് പേര് നിരന്തരം ചോദിക്കാറുണ്ട് ഏതിലാണ് നന്നായിട്ട് നമുക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാൻ പറ്റുക, അതുപോലെ നല്ല തംബ്നെയിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുക എന്നുള്ളത്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് കുറച്ച് ആപ്ലിക്കേഷൻസ് പരിചയപ്പെടുത്താം. ആ ആപ്ലിക്കേഷൻസ് ത്രൂ നിങ്ങൾക്ക് നിങ്ങളുടെ വീഡിയോസ് എഡിറ്റ് ചെയ്യാം. അതായത് നിങ്ങൾ വിചാരിക്കേണ്ട നിങ്ങൾ സിസ്റ്റത്തിൽ മാത്രം ചെയ്യുന്നവർക്ക് മാത്രമായിരിക്കും ഞാൻ പറയുന്നുണ്ടാവുക എന്നുള്ളത്. നിങ്ങൾ സിസ്റ്റത്തിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഏതായിരിക്കും നല്ലത്, അതേപോലെ ഫോണിൽ ചെയ്യുകയാണെങ്കിൽ ഏതായിരിക്കും നല്ലത് എന്നുള്ളത് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് പറഞ്ഞു തരാം. ഈ ആപ്ലിക്കേഷൻസിനെ കുറിച്ച് എങ്ങനെ വർക്ക് ചെയ്യണം എന്നുള്ളതല്ല പറയുന്നത്, ആപ്ലിക്കേഷൻസ് ഏതെല്ലാം യൂസ് ചെയ്യാം, ഇത് യൂസ് ചെയ്താൽ യൂട്യൂബിന് എന്തെങ്കിലും പ്രശ്നം വരുമോ ഇല്ലേ എന്ന വിഷയവും ആയിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. യൂട്യൂബിൽ നിരന്തരം നമ്മൾ വീഡിയോസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് പലപ്പോഴായിട്ട് ഫേസ് ചെയ്യുന്ന ഒരു പ്രധാന പ്രശ്നമാണ് വീഡിയോ എഡിറ്റ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ആപ്ലിക്കേഷൻ ഇല്ല. ചിലപ്പോൾ നമ്മൾ എഡിറ്റ് ചെയ്തിട്ട് എക്സ്പോർട്ട് ചെയ്ത് കഴിയുന്ന സമയത്ത് ചിലപ്പോൾ റൈറ്റ് സൈഡിൽ അല്ല ലെഫ്റ്റ് സൈഡിൽ, രണ്ട് സൈഡിലും ഉണ്ടാവാറുണ്ട്, ഏതെങ്കിലും സൈഡിലൊക്കെ വാട്ടർമാർക്ക് ഉണ്ടാകും. ഈ വാട്ടർമാർക്ക് വെച്ച് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് അതൊരു ഇറിറ്റേഷൻ ആണ്. ഇതിന് നമ്മൾ എന്താണ് ചെയ്യുക? വാട്ടർമാർക്ക് ഇല്ലാതെ നമുക്ക് ചെയ്യണം, അതേ സ്ഥാനത്ത് അത് നല്ല ഒരു ആപ്ലിക്കേഷനും ആയിരിക്കണം. അപ്പോൾ ഞാൻ കറക്റ്റായിട്ട് ഇന്നത്തെ ഈ വീഡിയോയിൽ കറക്റ്റ് പറഞ്ഞു തരാം. ഫസ്റ്റ് ഒരു സ്റ്റേജ് എന്ന് പറഞ്ഞാൽ വീഡിയോ എഡിറ്റിങ്ങിന് പറ്റുന്ന ആപ്ലിക്കേഷൻസ് അതിൽ എങ്ങനെ എന്നുള്ളത്. രണ്ടാമതെന്ന് പറഞ്ഞാൽ തംബ്നെയിലിന് നമുക്ക് എഡിറ്റ് ചെയ്യാനുള്ളത്. തംബ്നെയിൽ ഒരു പ്രധാന പോയിന്റ് ആണ്, കാരണം തംബ്നെയിൽ കണ്ടിട്ടാണ് ഓഡിയൻസ് നമ്മളിൽ ക്ലിക്ക് ചെയ്ത് വരുന്നത്. ഈ തംബ്നെയിൽ നല്ല ക്ലിക്കബിൾ തംബ്നെയിലാണോ നന്നായിട്ട് റിസൾട്ട് നമുക്ക് കിട്ടും എന്നുള്ളതാണ്. തംബ്നെയിലിൻ്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത്, നിങ്ങൾ യൂട്യൂബ് അനലിറ്റിക്സ് എടുത്ത് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ CTR കൂടുതലുണ്ടോ ഇല്ലേ എന്ന് നോക്കിയാൽ മനസ്സിലാവും നിങ്ങളെ തംബ്നെയിൽ കണ്ടിട്ട് കൂടുതൽ ക്ലിക്സ് വരുന്നുണ്ടോ ഇല്ലേ എന്നുള്ള കാര്യം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് വീഡിയോൻ്റെ സ്റ്റേജിലേക്ക് പോകാം. വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ നല്ല രൂപത്തിൽ വീഡിയോസ് ഷൂട്ട് ചെയ്തു. ഇപ്പോൾ എൻ്റെ വീഡിയോസ് ഇങ്ങനെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുക. ഇങ്ങനെ ഇത് ഷൂട്ട് ചെയ്തിട്ട് നല്ല രൂപത്തിൽ നല്ല ക്വാളിറ്റി ഷൂട്ട് ചെയ്ത് നല്ലൊരു എഡിറ്റിംഗ് ആപ്ലിക്കേഷൻ ഇല്ല, തീർത്തും വേസ്റ്റ് ആണ്. കാരണം നമ്മൾ നന്നായിട്ട് എഫേർട്ട് ഇട്ട് വീഡിയോ ചെയ്ത് അറ്റ് ലാസ്റ്റ് എഡിറ്റ് ചെയ്യുന്ന നേരം അത് ഫ്ലോപ്പ് ആയാൽ അത് വേസ്റ്റ് ആണ്. അതുകൊണ്ട് നല്ല ആപ്ലിക്കേഷൻസ് ആയിരിക്കണം. അപ്പോൾ സിസ്റ്റത്തിൽ യൂസ് ചെയ്യുന്ന സമയത്ത് ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് പ്രീമിയർ ഒക്കെ വേണമെങ്കിൽ യൂസ് ചെയ്യാം. പ്രീമിയർ FCP അങ്ങനത്തെ ഒരുപാടുണ്ട്, പക്ഷേ പ്രീമിയർ ഓൾമോസ്റ്റ് ആളുകൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇനി അതിലും പ്രയാസമാണെന്നുണ്ടെങ്കിൽ ഫിൽമോറ എന്നുള്ള ആപ്ലിക്കേഷന് എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന, ഫിൽമോറ മൊബൈൽ യൂസ് ചെയ്ത് പരിചയമുള്ള ആളുകൾക്കൊക്കെ എളുപ്പത്തിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമായിരിക്കും. അപ്പോൾ ഫിൽമോറ വേണമെങ്കിൽ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങാൻ പറ്റുന്നതാണ് സിസ്റ്റത്തിൽ യൂസ് ചെയ്യുമ്പോൾ. ഫോണിൽ തന്നെ ചെയ്യുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത് കൈൻ മാസ്റ്റർ എന്ന് പറയുന്ന ആപ്ലിക്കേഷനാണ്. ഈ കൈൻ മാസ്റ്റർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കൈൻ മാസ്റ്ററിലൂടെ നിങ്ങൾക്ക് എല്ലാ ഫീച്ചേഴ്സും അവൈലബിൾ ആണ്. അതായത് നിങ്ങളിപ്പം ബാക്ക്ഗ്രൗണ്ട് ഗ്രീൻ സ്ക്രീൻ വെച്ചിട്ടാണ് ചെയ്യുന്നതെങ്കിൽ ഗ്രീന് മാറ്റണമെങ്കിൽ അത് കൈൻ മാസ്റ്ററിൽ പറ്റുന്നുണ്ട്. ഇനി നിങ്ങൾ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ട് മിക്സ് ചെയ്യുന്ന സമയത്ത് അതിനെന്തെങ്കിലും മോഷൻസോ കാര്യങ്ങളോ എഫക്റ്റുകളൊക്കെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഓരോ ക്ലാപ്പിനനുസരിച്ച് എന്തെങ്കിലും എഫക്ട്സ് വരിക, അങ്ങനെ എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ അതെല്ലാം കൊടുക്കാൻ അവിടെ അവൈലബിൾ ആണ്. ഇനി നിങ്ങളുടെ വോയിസിൻ്റെ വേവ് ലെങ്ത്, അതായത് ഇപ്പം ഞാൻ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന നേരം എൻ്റെ വോയിസ് ഈ ഒരു ലെവലിലാണ് വരുന്നത്. അതേസമയത്ത് ഞാൻ താഴേക്ക് നോക്കി സംസാരിക്കുമ്പോൾ എൻ്റെ വോയിസ് കുറച്ച് അപ്പ് ആവുന്നുണ്ട്, കാരണം എൻ്റെ മൈക്ക് ഇവിടെയാണ് ഉള്ളത്. അപ്പോൾ അവിടെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യണം. ഈ കാര്യങ്ങളെല്ലാം നമുക്ക് ഈ കൈൻ മാസ്റ്ററിൽ ഫോണിൽ തന്നെ ചെയ്യാൻ പറ്റും. ഫോണിൽ ഏറ്റവും കൂടുതൽ എല്ലാ ഫെസിലിറ്റീസോട് കൂടിയും തന്നെയാണ് കൈൻ മാസ്റ്റർ അവൈലബിൾ ആയിട്ടുള്ളത്. കൈൻ മാസ്റ്ററിൻ്റെ വാട്ടർമാർക്ക് ഇല്ലാത്ത വേർഷന് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഗൂഗിളിൽ കയറി സെർച്ച് ചെയ്താലൊക്കെ ഒരുപാട് കിട്ടാനുണ്ട്, അത് ഉപയോഗപ്പെടുത്താവുന്നതാണ്. എനിവേ കൈൻ മാസ്റ്റർ ത്രൂ നിങ്ങളെ വോയിസ് വേവ് ലെങ്ത് അഡ്ജസ്റ്റ് ചെയ്യുക, അതേപോലെ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഓരോ കാര്യങ്ങൾ ചെയ്യണം. ഇനി എന്തെങ്കിലും ടെക്സ്റ്റുകൾ കൊടുക്കണം, ഇനി അതല്ല നിങ്ങൾ ഇൻട്രോ വീഡിയോസ് ചെയ്യണം, എന്ത് ചെയ്യണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് കൈൻ മാസ്റ്ററിൽ ഓൾമോസ്റ്റ് എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്. അത് ഉപയോഗപ്പെടുത്തി കഴിഞ്ഞാൽ നല്ല രൂപത്തിൽ നിങ്ങൾക്ക് വീഡിയോസ് എഡിറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. വീഡിയോസ് എഡിറ്റ് ചെയ്യുന്ന സമയത്ത് അവിടെയും ഒരുപാട് സ്ട്രാറ്റജീസ് ഉണ്ട്. അതായത് ഓഡിയൻസ് നമ്മളെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കണം, അല്ലാതെ ജസ്റ്റ് എന്തെങ്കിലും ഇങ്ങനെ പറയുന്നത് കണ്ടുപോയാൽ കാര്യമില്ലല്ലോ. നമ്മളെ ഓഡിയൻസ് എന്ത് ചെയ്യണം, നമ്മൾ എങ്ങനെയാണോ പറയുന്നത് ആ പ്രസൻറ്റേഷൻ അനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യണം, ആളുകൾ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കണം. ഇപ്പം എൻ്റെ ഈ ഫോണിന് ഒരു കോൾ വന്നുകൊണ്ടിരിക്കുന്നത്, അപ്പോൾ ഞാൻ കട്ട് ചെയ്തു, പക്ഷേ ഇവിടെ ഓഡിയൻസ് റിട്ടൻഷൻ വന്നു. കാര്യം എന്താണ്, ഞാൻ ഇതിൻ്റെ ഇടയിലൂടെ ഈ വിഷയം കൂടി അവതരിപ്പിച്ചിട്ടാണ് നിങ്ങളടുത്ത് ഈ വിഷയം അവതരിപ്പിച്ചിട്ടുള്ളത്. എനിവേ ഇതേപോലെ നമ്മളുടെ വീഡിയോ എഡിറ്റിംഗ് സ്റ്റേജിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. വീഡിയോ എഡിറ്റിംഗ് സ്റ്റേജിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഫസ്റ്റ് 30 സെക്കൻഡ്സ് ഏത് രൂപത്തിലായിരിക്കണം വരേണ്ടത് എന്ന വിഷയത്തെക്കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മനസ്സിലാവുന്നതാണ്. ഇനി നമുക്ക് രണ്ടാമത്തെ സ്റ്റേജ് ആയിട്ടുള്ള തംബ്നെയിൽ
തംബ്നെയിലിന്റെ സ്റ്റേജിലേക്ക് പോവാം. തംബ്നെയിൽ ചെയ്യുന്ന സമയത്ത് എങ്ങനെയായിരിക്കണം, ഏത് ആപ്ലിക്കേഷൻ ആയിരിക്കണം? തംബ്നെയിൽ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ വീഡിയോന്റെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ തംബ്നെയിലാണ് ഒരു വീഡിയോയുടെ മർമ്മപ്രധാനമായിട്ടുള്ള കാര്യം. തംബ്നെയിലിനെ നമുക്ക് നന്നായിട്ട് ഓഡിയൻസിനെ ക്ലിക്കബിൾ ആക്കി മാറ്റണം. അതായത് നമ്മളുടെ കണ്ടന്റ് കണ്ടിട്ട് ഓഡിയൻസ് ക്ലിക്ക് ചെയ്ത് ഓടിക്കയറണം എന്നർത്ഥം. അങ്ങനെ ആയി കഴിഞ്ഞാലേ നമ്മളെ വ്യൂവേഴ്സ് കൂടുതലായിട്ട് എത്തുന്നുള്ളൂ. അപ്പോൾ തംബ്നെയിൽ ക്ലിക്കബിൾ ആക്കണം എന്നുണ്ടെങ്കിൽ നല്ല ആപ്ലിക്കേഷൻ ആയിരിക്കണം. അതുപോലെ നമുക്ക് നല്ല സ്ട്രാറ്റജീസ് ഉണ്ടാവണം. നല്ല സ്ട്രാറ്റജീസ് എന്ന് പറയുന്ന നേരം എങ്ങനെയായിരിക്കണം? നമ്മളൊരു തംബ്നെയിൽ ക്രിയേറ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഫസ്റ്റ് വീഡിയോ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ പ്ലാൻ ചെയ്യേണ്ടത് ഇതിൽ നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്, ഇത് പറഞ്ഞിട്ടുള്ളതിൻ്റെ എന്താണ് നമ്മൾ തംബ്നെയിൽ കൊടുക്കേണ്ടത്. അത് ഇല്ലാത്ത കാര്യങ്ങൾ കൊണ്ടുപോയിട്ട് കൊടുക്കരുത്. നമ്മൾ എന്താണോ തംബ്നെയിൽ ഉള്ളത് അത് മാത്രം കൊടുക്കുക. അത് കറക്റ്റായിട്ട് കൊടുക്കുന്ന നേരം അത് ഓഡിയൻസിന് ആകാംക്ഷ വരുന്ന രൂപത്തിലായിരിക്കണം കൊടുക്കേണ്ടത്. ഇനി ഡിസൈൻസും ഓക്കെ ആയിരിക്കണം. അപ്പോൾ പലപ്പോഴായിട്ട് എന്നോട് പലരും ചോദിക്കാറുണ്ട്, നിങ്ങൾ ചെയ്യുന്ന ഏത് ആപ്ലിക്കേഷനാണ്? നമ്മൾ ഫോട്ടോഷോപ്പ് വെച്ചായിട്ടാണ് ചെയ്യുന്നത്. പക്ഷേ ഫോട്ടോഷോപ്പ് ചെയ്യുകയാണെങ്കിലും അവിടെ ഡിസൈനറുടെ ഒരു കഴിവ് എന്ന് പറഞ്ഞാൽ ചെറിയൊരു കഴിവൊന്നുമല്ല. എനിവേ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസൈൻസ് സൂപ്പേഴ്സ് ആക്കുക. സൂപ്പർ ആക്കുന്നതിൻ്റെ കൂടെ തന്നെ ഈ സൂപ്പർ ആവുക മീൻസ് എൻ്റെ ഡിസൈൻസ് സൂപ്പർ ആണെന്ന് ഞാൻ പറയില്ല. കാരണം നമ്മളുടെ ഡിസൈന് അത്ര സൂപ്പർ അല്ല. ഞാൻ പറയുന്നത് നമ്മൾ ഇവിടെ നോക്കിയിട്ടുള്ളത് ഓഡിയൻസിനെ ക്ലിക്ക് ചെയ്യുക എന്നുള്ളതാണ്. ഓഡിയൻസ് ക്ലിക്കബിൾ ആവണമെങ്കിൽ കണ്ടന്റ് കൊടുക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ചില കണ്ടന്റ് ഞാൻ ചെറുതാക്കിയിട്ട് കൊടുത്തിട്ടുണ്ടാവും, ചിലത് വലുതാക്കിയിട്ട് കൊടുത്തിട്ടുണ്ടാവും. അങ്ങനെ ഓരോന്നും നമ്മൾ അഡ്ജസ്റ്റ്മെന്റ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? അതിനനുസരിച്ച് ആദ്യം തന്നെ ഒരു ഓഡിയൻസ് കാണുന്നേരം ആ കണ്ടന്റ് കണ്ട് അത് ഫസ്റ്റ് വായിക്കും. അത് വായിക്കുന്ന നേരം ഈ തൊട്ടടിയിൽ വേറെ കണ്ടന്റ് ഉണ്ടാവും. അതങ്ങനെ വായിച്ചു പോകണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഇംപ്രഷൻ ബെസ്റ്റ് ഇംപ്രഷൻ ആവണം. അതിന് വേണ്ടിയിട്ടുള്ളത് എന്താവണം? നല്ലൊരു കണ്ടന്റ് ആയിരിക്കണം വരേണ്ടതെന്നുള്ള. നമ്മളുടേത് ഫോട്ടോഷോപ്പിലാണ് ഡിസൈൻ ചെയ്യുന്നത്. ഇനി നിങ്ങൾ ഫോണിൽ ചെയ്യുന്ന വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്യാൻവ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഇനി പ്ലേ സ്റ്റോറിൽ തന്നെ ഒരുപാട് ആപ്ലിക്കേഷൻസ് അവൈലബിൾ ആണ്. പക്ഷേ ഞാൻ ഏറ്റവും കൂടുതലായിട്ട് റെഫർ ചെയ്യുന്ന കാര്യം നിങ്ങൾക്ക് ക്യാൻവ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്നതാണ്. ക്യാൻവയുടെ ലോഗോ ഞാൻ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്താൽ സിമ്പിളായിട്ട് യൂട്യൂബ് തംബ്നെയിൽ എന്ന് പറഞ്ഞിട്ട് ഒരു കാറ്റഗറി തന്നെ ഉണ്ട്. അവിടെ ഒരുപാട് മോഡൽസ് ഉണ്ട്. ആ മോഡൽസ് ഒക്കെ വെച്ചിട്ട് നിങ്ങൾ ഉപയോഗപ്പെടുത്താവുന്നതാണ്. അങ്ങനെ നിങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ റിസൾട്ട് കിട്ടുന്നതാണ്. തംബ്നെയിൽ റിലേറ്റ് ചെയ്തിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മൾ എന്തായാലും ഒന്ന് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും. മുമ്പ് കമ്മ്യൂണിറ്റി ടാബിനെ കുറിച്ച് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, ഹാഷ് ടാഗിനെ കുറിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ഫീഡ്ബാക്ക് ഇപ്പോഴും പല വീഡിയോസിൻ്റെ അടിയിലായിട്ട് ഞാൻ കാണാറുണ്ട്. പല ആളുകളും നല്ല കമൻറ്റുകൾ ചെയ്യാറുണ്ട്. ഇടയിൽ മറ്റൊരു കാര്യം സൂചിപ്പിക്കട്ടെ, ഈ വീഡിയോ കണ്ടിട്ട് വീഡിയോ എഡിറ്റിങ്ങിന് പറ്റിയ ആപ്ലിക്കേഷൻ, അതുപോലെ തംബ്നെയിലിന് പറ്റിയ ആപ്ലിക്കേഷൻ, ഈ രണ്ട് കാര്യത്തെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഇതിൽ നിങ്ങൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു എങ്കിൽ ഈ വീഡിയോയെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ഫീഡ്ബാക്ക് നിങ്ങൾ രേഖപ്പെടുത്തുക. നല്ല ഫീഡ്ബാക്ക് ആണെങ്കിൽ ഞാൻ പിൻ ചെയ്ത് വെക്കുന്നതായിരിക്കും. അതിലൂടെ നിങ്ങൾക്ക് തന്നെ കൂടുതൽ സബ്സ്ക്രൈബേഴ്സിനെ അട്രാക്ട് ചെയ്ത് എടുക്കാനും പറ്റുന്നതായിരിക്കും എന്നുള്ളതാണ്. എനിവേ നിങ്ങൾക്ക് ക്യാൻവ എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ഉപയോഗിക്കാവുന്നതാണ്. അതേപോലെ പ്ലേ സ്റ്റോറിൽ നോക്കി കഴിഞ്ഞാൽ ഒരുപാട് ആപ്ലിക്കേഷൻസ് അവൈലബിൾ ആണ്. ഇനി ക്യാൻവ എങ്ങനെ ഉപയോഗിക്കണം എന്ന് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓഡിയൻസിന് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞാൻ അതിനെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്. യൂട്യൂബ് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്ത് സപ്പോർട്ടുകൾക്കും നമ്മൾ അവൈലബിൾ ആണ്. തീർച്ചയായിട്ടും ഇൻസ്റ്റാഗ്രാമിൽ ത്രൂ കോൺടാക്ട് ചെയ്യാം. അതുപോലെ തന്നെ താഴെ കോൺടാക്ട് നമ്പർ ഉണ്ട്. ഇവിടെ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്. ഈ വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എല്ലാ സപ്പോർട്ടുകൾക്കും നമ്മൾ നിങ്ങളുടെ കൂടെ ഉണ്ട്. നിങ്ങളുടെ വാച്ച് അവേഴ്സ് കംപ്ലീറ്റ് ചെയ്തില്ലെങ്കിൽ, ഇനി നിങ്ങളുടെ ചാനലിൽ കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് ഇല്ലെങ്കിൽ, ഇനി നിങ്ങൾക്കൊരു ആഗ്രഹമുണ്ട് ഞാൻ തന്നെ നിങ്ങളുടെ ചാനലുകൾ നോക്കി നടത്തണം, അതായത് നിങ്ങൾക്ക് വേണ്ട എല്ലാ ബാക്ക് സപ്പോർട്ടുകളും ചെയ്യണം, ചാനലിൻ്റെ സ്ട്രാറ്റജീസ് വർക്കൗട്ട് ചെയ്തിട്ട് കൂടുതൽ റീച്ചിലേക്ക് എത്തിക്കാൻ സപ്പോർട്ടുകൾ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ചാനൽ മെയിൻ്റെനൻസ് സർവീസ് അവൈലബിൾ ആണ്. ഈ സർവീസസ് എല്ലാം നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ്. മറ്റൊരു വിഷയവുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്